നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പുതിയ അധ്യയന വർഷം മുതൽ KSRTC ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനിലേക്ക് മാറുകയാണെന്ന് KSRTC അധികൃതർ യോഗത്തിൽ അറിയിച്ചു. KSRTC യൂണിറ്റുകളിൽ നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള തിരക്കും കാലതാമസവും ഒഴിവാക്കുന്നതിനായാണ് രജിസ്ട്രേഷൻ ഓൺലൈനിലേക്ക് മാറ്റുന്നത്. അപേക്ഷിക്കേണ്ട വിധം: രജിസ്ട്രേഷനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് തുറന്ന് സ്കൂൾ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും തെറ്റുകൂടാതെ രേഖപ്പെടുത്തി നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡപ്രകാരം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ വിജയകരമായി പൂർത്തിയായാൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു മെസ്സേജ് വരും. പ്രസ്തുത അപേക്ഷ സ്കൂൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പോയിലെ പരിശോധനയ്ക്ക് ശേഷം അപ്രൂവ് ചെയ്യും. ഉടൻ തന്നെ അപേക്ഷ അംഗീകരിച്ചതായി SMS ലഭിക്കുകയും ആകെ എത്ര രൂപ ഡിപ്പോയിൽ അടയ്ക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശവും ലഭിക്കും. നിർദ്ദേശം ലഭ്യമായാൽ ഉടൻ തന്നെ ഡിപ്പോയിലെത്തി തുക അടയ്ക്കണം. ഏത് ദിവസം കൺസെഷൻ കാർഡ് ലഭ്യമാകണമെന്ന് SMS വഴി അറിയാം. വിദ്യാർത്ഥികളുടെ അപേക്ഷ ട്രാക്ക് ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കാം. ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്തിലാണ് നിരസിച്ചതെന്നും അറിയുവാനുള്ള സൗകര്യമുണ്ട്. അപേക്ഷ നിരസിച്ചതിനെതിരെ അപ്പീൽ നൽകുവാനായി വെബ്സൈറ്റിൽ അപ്പീൽ ആപ്ലിക്കേഷൻ എന്ന ടാബ് തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂൺ 2 മുമ്പ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ സ്കൂൾ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കോളേജ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യണമെന്ന് KSRTC അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ, ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. പാൻ നമ്പറും ആധാറും ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി ഉടനെ അവസാനിക്കും. ഇനിയും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്രോതസ്സിൽ കൂടുതൽ നികുതി ഈടാക്കി തുടങ്ങുമെന്ന് DDS ആദായനികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ആധാറും പാനും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്രോതസ്സിൽ സാധാരണയിലും ഇരട്ടി നികുതി ഈടാക്കാനാണ് ആദായനികുതി നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നികുതി നൽകുന്നവരും റിട്ടേൺ ഫയൽ ചെയ്യുന്നവരും മാത്രമല്ല, പാനുള്ള എല്ലാവരും ഇത് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. വിദേശ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്കും ആസാം, മേഘാലയ, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കും ഇതിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. 80 അതിനു മുകളിലോ പ്രായമുള്ളവരെയും നിർബന്ധിക്കില്ല. എന്തിന് ബന്ധിപ്പിക്കുന്നു? ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ സമയപരിധി കഴിയുന്നതോടെ പ്രവർത്തനരഹിതമാകും. ഇതോടെ ബാങ്ക് ഇടപാടുകൾ നടത്താനും ബുദ്ധിമുട്ടുണ്ടാകും. ബാങ്കിൽ പുതിയ അക്കൗണ്ട് തുറക്കാനുമാകില്ല. ദിവസവും 50,000 രൂപയിൽ താഴെ മാത്രമേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനാകൂ. പുതിയ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കില്ല. ഓഹരി, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിനും തടസ്സമുണ്ടാകും. വസ്തു ഇടപാടുകളെയും ഇത് ബാധിക്കാം. ബാങ്കിലെയും സാമ്പത്തിക ഇടപാടുകൾക്കുള്ള പോർട്ടലുകളിലെയും KYC പുതുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പ്രവർത്തനരഹിതമായ പാൻ 1000 രൂപ ഫീസ് നൽകി ആധാറുമായി ബന്ധിപ്പിച്ച് 30 ദിവസത്തിനകം വീണ്ടും പ്രവർത്തന സജ്ജമാക്കാം. എങ്ങനെ ബന്ധിപ്പിക്കാം? ആദായനികുതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴി നികുതിദായകർക്കുള്ള ലോഗിൻ പേജിൽ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന പേജിൽ കയറി ആധാർ നമ്പറും പാൻ നമ്പറും നൽകിയാൽ ഇവ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാം. ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തുള്ള ലിങ്ക് ആധാർ എന്ന പേജിൽ കയറി പാൻ നമ്പറും മൊബൈൽ നമ്പറും നൽകണം. തുടർന്ന് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP നൽകണം. ഇതോടെ ഫീസ് അടയ്ക്കാനുള്ള പേജ് ലഭിക്കും.
സൗകര്യപ്രദമായ രീതിയിൽ 1000 രൂപ ഫീസായി അടയ്ക്കണം. ഈ ചെല്ലാൻ നമ്പർ ഉപയോഗിച്ച് ആധാറും പാൻ നമ്പറും നൽകി ഇവ ബന്ധിപ്പിക്കാനാകും. നിങ്ങളുടെ പാൻ നമ്പറും ആധാറും ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ലിങ്കിൽ നോക്കുക. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.